കർത്താവേ, മക്കൾ തെറ്റായ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത് കർത്താവ് വാടക കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കടകൾ പൂട്ടിപ്പോവരെ, കടകൾ വിട്ടു കൊടുക്കേണ്ടി വന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിലും പരതൊഴിലും ഇല്ലാതെ അരഞ്ഞു നടക്കുന്നവരെയും വീട്ടിൽ ഇരിപ്പായവരെയും എന്തിന് പോകണമെന്ന് ഓർത്തോ കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് വിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനോരോഗികളെ, മാനസിക അസ്വസ്ഥതകളുള്ളവരെ, ഉറക്കമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പോലെ തന്നെ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ച ഉള്ളവര്, ജപ്തി നടപടി നേരിടുന്നവര്, വിദൂരങ്ങളുള്ള മക്കള്, ജയിലിലായവര്, നാട്ടിൽ ജയിലായിട്ടുള്ള മക്കള്, കേസ് വന്നിട്ടുള്ളവര്, തർക്കപ്പുരടങ്ങൾ ഭാഗുടമ്പടി നടക്കാത്തവര്, കർത്താവ് പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി തോക്കുന്നവര്, സപ്ലൈയുള്ളവര് എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. റെക്കോർഡ് കൊടുക്കാത്തവര്, കർത്താവ് ഓരോ രാജ്യങ്ങളിൽ യുദ്ധം കാലം പഠനം നടത്തി പോകുന്നവരെ, അവർക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്നവരെ, അതിന് പണമില്ലാത്തവരെ, കപ്പാ പിതാവേ, അതേപോലെ തന്നെ യേശുക്രിസ്തു നാമത്തിൽ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ നാമത്തിൽ ദൈവത്തിന് കൃപ ചൊരിയട്ടെ, വഴികൾ തുറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദയം സുഖമായി സദയം സുഖമായി. മക്കളെ, മൗനമായി പ്രാർത്ഥിച്ച് വളരെ തീക്ഷ്ണമായി, ഏറ്റവും നല്ല സമയമാണിത്. എന്തെങ്കിലും വിഷയം അച്ഛൻ നിങ്ങളുടേത് റെഫർ ചെയ്യാതെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അമ്മ ജീവനോടെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അച്ഛന് പിന്നീട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവെ, സ്വകാര്യമായി മക്കൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിലായിരിക്കുന്നവരും ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച കാര്യങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പരിശുദ്ധ അമ്മ വഴി ഏൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൈകൾ നീട്ടണമേ. അപ്പം ആ മക്കളിപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും കൈകൾ നീട്ടണമേ. തർക്കപ്പുരയിടങ്ങളും കേസുകളുടെ മേലും കൈ നീട്ടണമേ. മക്കളില്ലാത്ത അവസ്ഥ നമ്മൾ കൈ നീട്ടണമേ. വെറുപ്പിലും വൈരാഗ്യങ്ങളിലും ഭീഷണികളുടെ സങ്കടങ്ങളിരിക്കുന്നവരെ കർത്താവെ അപ്പാ വിടുവിക്കണമേ. ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കർത്താവെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എല്ലാ മാസ്റ്ററും ഏജൻറ്റിൻ്റെ കയ്യിൽ പണം കുടുങ്ങിപ്പോയവരെ, യൂണിവേഴ്സിറ്റിയിൽ പണം കുടുങ്ങിപ്പോയവരെ അപ്പാ ഇപ്പോഴ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക, അഭിഷേകം സ്വീകരിക്കുക. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കാത്തത്? 2-3 ഓപ്ഷൻ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഐദർ ഓർ, അതല്ലെങ്കിൽ ഇത്, യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം, സാഹചര്യം. എപ്പോഴാണ് അന്ധത വരണത്? ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരണത്. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക? അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ? വായ്പ വാങ്ങിക്കാം,
ചേട്ടത്തിമാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അയൽവാസികളുടെ നിന്ന് വായ്പ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം, ഓപ്ഷനല്ലേ? കനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ. ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം. 2 ഓപ്ഷനുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ആരെങ്കിലും വിടാം. പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല. യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയണത്. ഗോട്ട് ദ പോയിന്റ്. യേശു നിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ആ റെഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം. ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ്. ഈ ഫസ്റ്റ് റെഫറൻസ് യേശു ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യും. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ ഇടിച്ച് എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം. അല്ലെങ്കിൽ ചിലർ എൻ്റെ മാതാവേ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താണ്? ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരണത്. മരുന്ന് ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? മരുന്നോ ലേപനോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത്. ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ്. ആ അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ. പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ആയി പോകാൻ കാര്യം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സെക്കൻഡായി പോയിരുന്നേരം അമ്മ വീഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഷികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിരിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്തയെടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രി പോകാൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാത്തിനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പോൾ നീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം വന്ന് പെട്ടെന്ന് റെഫറൻസ് എന്താ? പരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും. അതപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. സെക്കൻഡ് റെഫറൻസിലാണ് ഈശോ വരണത്, അല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റെഫറൻസിലേക്ക് വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരണത്. അതായത് നമ്മൾക്ക് ആദ്യമേ അടുത്ത ശ്വാസത്തിൽ യേശുവിൻ്റെ എന്ത് അത്യാഹിതത്തിന്, ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവരെ, ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവരും ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ഒരു 97% നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്നറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നിൻ്റെ സന്തോഷ സമയത്ത് നീ ആരെയാണ് ഓർക്കണത്? എന്തിനാണ് ഓർക്കണത്? ദൈവത്തെ ഓർക്കുമായിരിക്കും, പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും. അവിടെ വെച്ച് പോയി നിൻ്റെ പരിപാടിയില്ല. ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, അത് ആരായാലും വിളിക്കും. പക്ഷേ നിനക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോർക്കും ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് റെഫറൻസിൽ വരണത്.
നിനക്ക് ജോലി ചെയ്യാൻ ആവത് വേണ്ടേ? ജോലി ചെയ്യാൻ അവസരം വേണ്ടേ? ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പം ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും. അത് കുഴപ്പമില്ല, കാരണം അവർ ഈശ്വര വിശ്വാസി അല്ലല്ലോ. അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ. അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസിയായ നിനക്കൊരു സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം എൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടി നിന്ന് നന്ദി പറയാൻ കഴിയാതെ, അത് എനിക്ക് കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് കഴിവില്ല എന്നെ വിളിക്കുക എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോണ കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും. എൻ്റെ മക്കളെ എന്നും കൊന്നും എങ്ങനെ ഒരു ബറാബർ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ തത്തമ്മയും പൂച്ച ഈസോപ്പ് കറയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് ആൾക്കാരെയും ഞാൻ പറയത്തില്ല ഈ സാധനമൊന്നും. എന്താ കാര്യം? അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ അറിയുന്ന എന്ത് ബോധം പോകും, അവരുടെ റിലേ പോകും. അവർ യൂണിയനും സമരവും മറ്റു കാര്യങ്ങളൊക്കെ പറയണം. ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ്. അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ ദൈവം തിരിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, നിനക്കൊരു സന്തോഷം വന്നു, നിൻ്റെ കുഞ്ഞ് ജയിച്ചു, അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി, ഉടനെ കർത്താവെന്ന് വിളിക്കണം. കർത്താവെന്ന് വിളിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണത് അങ്ങനെയാണ്. ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ വയ്ക്കുന്ന സിംഗിൾ ഓപ്ഷൻ, അത് കർത്താവാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ കർത്താവ് ഈ തെറ്റ് അവരുടെ മേൽ ആരോപിക്കരുതേ, നീ അവരോട് ക്ഷമിക്കണമേ. അതാ സംഭവം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ്. ആ വചനമാണ് സ്റ്റീഫൻ പറയണത്, ഈ തെറ്റ് അവരുടെ മേൽ നീ ആരോപിക്കരുതേ, മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ. അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടുകൂടി, വചനം പറഞ്ഞോടുകൂടി ഇവൻ്റെ മുഖം സ്വർഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും. സ്വർഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും. ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത്. സാവൂള് ഇതും ചിന്തിച്ചവരാണ് കുതിരപ്പുറത്ത് പോണത്. അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. കാര്യം ഇവൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തോട് നോക്കി കണ്ടിട്ടില്ല. ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേനാണ്. നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ്, നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ, മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു, ഗമാലിയേലിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ലെങ്കിൽ, സ്വർഗം കാണണമെങ്കിലേ, സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിലേ അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി. അതോടുകൂടി ഇടിമിന്നലേറ്റ് അവൻ വീഴും. സാവൂൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര പൗലോസ് തുടങ്ങണത്. പൗലോസ് പറയണത് 14 വർഷത്തിന് മുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും. അത് ആത്മാവോട് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ വേദസാക്ഷികളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും എന്താ പറയണത്? നമ്മൾ
കർത്താവിൻ്റെ വചനം കൊളോസ്യൻസ് മൂന്നാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കൊളോസ്യൻസ് 3-ാം അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ്. ഈ 3-ാം അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗലോസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത്. പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ. അച്ഛൻ ഇടയ്ക്ക് പറയുന്ന വചനമാണ്. കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത്. എൻ്റെ ശുശ്രൂഷക്കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്നൊരു വചനമാണത്. ഞാൻ എപ്പോഴും പറയും അത്. പക്ഷെ ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയും. പലതരത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യൻസ് 3:11 വായിക്കത്തില്ലേ? ക്രിസ്തു എല്ലാമാണ്. അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? തിരഞ്ഞെടുപ്പ്. അതായത് ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? എല്ലാവരിലുമാണ്. ഈ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത്. പെട്ടെന്ന് അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പെട്ടെന്ന് അമ്മ വായ്പയ്ക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോയുടെ അടുത്ത് വരാൻ കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. എൻ്റെ യേശു എന്നെ കരം പിടിക്കുന്നു, അമ്മ എന്നെ അതിനായി സഹായിക്കുന്നു, അതെന്നെ സ്വർഗരാജ്യം വരെ കൊണ്ടെത്തിക്കും. ഇതാണ് ആദ്യം നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത്. രണ്ടാമതേ നമ്മുടെ നിയോഗങ്ങളെല്ലാം വയ്ക്കാവൂ, പ്രാർത്ഥിക്കാവൂ. എന്നിട്ട് മൂന്നാമത് മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. എനിക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ജപമാല പറയാൻ, ഞാനൊരു മർത്തോമക്കാരിയാണ്, എന്നാലും എനിക്കറിയത്തില്ല. എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു. എൻ്റെ കയ്യിൽ ജപമാല വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഷോക്ക് അടിക്കുന്ന പോലെ. എന്നിട്ട് ഇവിടെ വന്നും ഞാൻ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് പഠിച്ചാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. ഞാൻ ജപമാല ചൊല്ലും, 3 ജപമാല ചൊല്ലും. ഒരു ജപമാല പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചൊല്ലും. ഒരു ജപമാല രോഗികളായിട്ട് കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് ഒരു ജപമാല ചൊല്ലും. അത് എനിക്ക് മാത്രം വേണ്ടിയല്ല, ഈ ലോകം മുഴുവനുള്ള എൻ്റെ കുടുംബത്തിലും ചുറ്റുപാടുള്ളവർക്കും ദേശത്തുള്ളവർക്കും ഭൂലോകം മുഴുവനുള്ള 12 ഗോത്രത്തിലുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത്. അതിനായി അമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നു, 12 രൂപ എൻ്റെ കയ്യിൽ വെച്ച്, 2 തുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, എൻ്റെ കൃപാസന അമ്മേ, എന്താണ് അമ്മേ എൻ്റെ കയ്യിൽ ഈ 12 രൂപ 12 ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്ന്? അപ്പോഴാണ് അമ്മ പറഞ്ഞ്, 12 ഗോത്രത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജപമാല ചൊല്ലി. ആ നിമിഷം മുതൽ ഞാൻ ഇന്ന് ഈ നിമിഷം വരെ 12 ഗോത്രത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഒരു ജപമാല ചൊല്ലി. എന്നിട്ട് ലോകം മുഴുവനുള്ള എല്ലാ പാപികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പാപം ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് കഴുകി നിത്യരാജ്യത്തിൽ അവരെ എത്തിക്കണമേ എന്ന്. അങ്ങനെ ഈ 3 നിയോഗം സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നു. എൻ്റെ മകള് പരീക്ഷയെല്ലാം ജയിച്ചു, ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ട്. ഭവനം കിട്ടി. അവൾക്ക് ഇളയ മകൾക്ക് തൈറോയിഡിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. അതും വിശുദ്ധ വസ്തു ഉപയോഗിച്ച് കുരിശ് വരച്ച് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, റിസൾട്ടിലൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ കർത്താവും അമ്മ മാതാവും അത് അത്ഭുതമായി സഹായിച്ചു. പലവിധമായ എന്തെല്ലാം പ്രയാസം ഉണ്ടായിരുന്നാലും അതിൻ്റെ മധ്യത്തിലെല്ലാം എൻ്റെ കർത്താവും അമ്മയാ മുമ്പേ പോകുന്ന അവരെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ 3-മതേ പോകത്തുള്ളൂ. എൻ്റെ കർത്താവേ, നീ മുമ്പേ നടക്കണേ, അതിൻ്റെ പുറകെ അമ്മ, അതിൻ്റെ പുറകെ ഞാൻ എന്ന് പറഞ്ഞു പോകും. ആ കാര്യം ഏത് കാര്യമായിരുന്നാലും നടന്നിരിക്കും, ഉറപ്പായി നടന്നിരിക്കും. ആദ്യം തടസ്സമാണെങ്കിലും പിന്നെ ഉറപ്പായി നടന്നിരിക്കും. എപ്പോഴും ഞാൻ വചനം പറയും, എൻ്റെ വചനം ഇങ്ങനെ വായിൽ വന്നുകൊണ്ടേയിരിക്കും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 45-2, 3, 4 വാക്യം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ.
ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെയും ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു. ആ യഹോവയായ ദൈവ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഇന്ന് വരെ പലവിധമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ കർത്താവ് അമ്മ എന്നെ കരം പിടിച്ച് നടത്തുന്നു. എൻ്റെ മകൾക്ക് ഇത് നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു, യേശുവപ്പെ അറിയുന്ന ഒരു മകന് തരണമേന്ന്. അതുപോലെ എൻ്റെ മകളുടെ കല്യാണ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും സ്വന്തമായി ഭംഗിയായി നടത്തി എൻ്റെ യേശുവപ്പെ അമ്മ തന്നെ നിന്ന് നടത്തി. ഞാനൊരു പുറകെ നിൽക്കും, എൻ്റെ കർത്താവെ നീ തന്നെ നടത്തണമേന്ന്. എന്നിട്ട് ഇച്ചിരി സ്വർണത്തിനൊക്കെ പ്രയാസം വന്ന് കുറവായിരുന്നു. തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം എനിക്കതെല്ലാം ഒരുക്കി എൻ്റെ യേശുവപ്പ തന്നെ എല്ലാം നിന്ന് നടത്തി തന്നു. അതിനായി കോടാനക്കോടി നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഏത് നിയോഗത്തിനായാലും നമ്മൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാക്ഷിയാക്കണമേ എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി സഭ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ജോസഫ് അച്ഛനെ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ നിയോഗിച്ചു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ നമ്മുടെ കാര്യം തക്ക സമയത്ത് നടന്നോളും. ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയും മോശ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കടത്തി കനാൻ ദേശത്തെത്തിച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി മാതാവ് യേശു ജോസഫ് അച്ഛനെ തന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ഈ ഉടമ്പടിയിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് അമ്മയോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തുന്ന ഒരു നിയോഗമാണ് ഉടമ്പടി. അതിലുറച്ച് നിൽക്കണം. വചനമാണ് ജീവനുള്ളതാണ്. ആ ജീവനുള്ള വചനം സംസാരിക്കും, വഴി നടത്തും, സ്വപ്നത്തിൽ കാണിക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക്, ഞാൻ കൂടുതലും അക്രൈസ്തവരാർക്കുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം എൻ്റെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ എല്ലാവർക്കും മേടിച്ച് കൊടുക്കും. ജപമാല മേടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കും, പേപ്പറിൽ എഴുതി കൊടുക്കും എന്നും പറയാൻ പറഞ്ഞ്. അങ്ങനെ അവരെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വേല ജീവിതാന്ത്യം വരെയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മീയമായി എൻ്റെ കർത്താവിന് കൂടെ പറ്റിച്ചേർന്ന് വളരാൻ എന്നെ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചു. ഏത് കാര്യം ചോദിച്ചാലും അമ്മ മാതാവ് യേശുവപ്പനെ നടത്തിത്തരും. ഏത് നടക്കാത്ത കാര്യമായിരുന്നാലും നമ്മൾ ആത്മാർത്ഥതയോടെ പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട്ടിലിരുന്നു കൊണ്ട് അപ്പാന്ന് വിളിച്ച് ചോദിച്ചാൽ നടത്തിത്തരും. ഞാൻ അങ്ങനെ കുരിശിൻ നീറി കല്യാണത്തിൻ്റെ അവസരമായപ്പോൾ കുഞ്ഞിന് 5 പവൻ്റെ സ്വർണം കുറവായി വന്നു, പൈസ കുറവായി വന്നു. ഞാൻ എങ്ങും പോയില്ല. ചോദിച്ചവരെല്ലാം നിനക്ക് ജോലി ഉണ്ടായിട്ടും നിനക്ക് കാശില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. ഞാൻ അപ്പോൾ കുരിശിൻ്റെ ചൂട്ടിൽ നോക്കി. അന്ന് ഈ യേശുവപ്പയുടെ ഈ കുരിശാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് യേശുവപ്പ ഞാൻ എൻ്റെ യേശുവപ്പാന്ന് വിളിച്ചു. അപ്പോൾ കണ്ണ് തുറന്നു. രണ്ടാമത് എൻ്റെ അപ്പാന്ന് ഞാൻ വിളിച്ചു. പിന്നെ അങ്ങ് കണ്ണ് തുറന്നു, എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഒരു ദിവസം ഞാൻ എൻ്റെ ഈ കൃപാസന മാതാവിനെ കണ്ടു. ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ വിഷയം പറയുമ്പോൾ ഞാൻ എൻ്റെ വിഷയമാക്കി ഒന്നും പ്രാർത്ഥിക്കത്തില്ല. അതെല്ലാം തക്ക സമയത്ത് നടക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രിയിൽ എൻ്റെ കഴുത്തിൽ ഒരാൾ വന്നിങ്ങനെ ഞെക്കി. ഒരു കറുത്ത രൂപമുള്ള ഒരാൾ, മെലിഞ്ഞ ഒരാൾ. ഞാൻ എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഈ കൃപാസന അമ്മ ഈ ഡ്രസ്സോടെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് ആ വ്യക്തിയുടെ കയ്യെ പിടിച്ച് മാറ്റി ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അങ്ങനെ എൻ്റെ അമ്മയെ യേശുവപ്പയും കാണാനും, എന്നിട്ട് ഞാൻ ചില സമയമൊക്കെ അങ്ങ് ആരടുത്തും പറയത്തില്ല, അമ്മയോട് യേശുവപ്പയോട് സംസാരിക്കും, എല്ലാം സമർപ്പിക്കും. എപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വചനവും പറയും, വിശ്വാസ പ്രമാണം പറയും. വിശ്വാസ പ്രമാണമാണ് എൻ്റെ ജീവൻ്റെ ആധാരം. ആ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് പൊതിച്ചോറ് കൊണ്ടുകൊടുക്കും. ആശുപത്രിയിൽ പോയി അവരെ ശുശ്രൂഷിക്കും.
നോക്കും. അവരെ ആവശ്യം എന്നെക്കാളും ആവശ്യമുള്ള പൈസയായിട്ടും പൊതിച്ചോറായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ബുക്കിലെടുത്ത് ഉടമ്പടി എടുത്ത നാളെ മുതൽ എല്ലാവരെയും പേരെഴുതി അവരെ വിഷയം എഴുതി പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ നന്മകളും ചെന്ന് എൻ്റെ യേശുപ്പയ്ക്ക് എൻ്റെ അമ്മ മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. ജീവൻ പോവുമ്പോൾ യേശുയുടെ സാക്ഷിയായി ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യത്തിന്. എൻ്റെ പേര് മിനി റോബർട്ട്. ഞാൻ ചേർത്തലയിൽ തുറവൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് 2018 ഉടമ്പടി എടുത്തതാണ്. 2018 ഉടമ്പടി എടുത്തതാണ്. അപ്പം ഞാൻ ഇവിടെ 6 കാര്യങ്ങൾ വെച്ചതിൽ 5 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ഞാൻ ഇവിടെ എഴുതി അച്ഛനെ കാണിച്ചപ്പോൾ അത് ബി ഗ്രേഡ് സാക്ഷ്യമായതുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം 2023 എൻ്റെ മോൾക്ക് ഒരു +2 പരീക്ഷ തീർന്നതിൻ്റെ തലേദിവസം അവൾക്ക് പനി തലവേദനയൊക്കെ വന്നു. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. മരുന്ന് വാങ്ങി കഴിച്ചിട്ട് യാതൊരു കുറവില്ലായിരുന്നു. നല്ല തലവേദന, കണ്ണ് വേദന, കണ്ണിന് ഡബിൾ വിഷനായി. അങ്ങനെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മോൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട്, നല്ല കണ്ണിന് നീര് വെച്ചിട്ടുണ്ട് ഞരമ്പിന്. അപ്പോൾ ഇത്രയും വേഗം ഒരു ന്യൂറോനെ കാണിക്കണമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് ന്യൂറോനെ കാണിച്ചു. അവിടെ അഡ്മിറ്റായി. ഡോക്ടർ MRI സ്കാൻ എടുത്തു. അപ്പം പിന്നെ ഫ്ലൂയിഡ് തലയിൽ കെട്ടി. അവൾക്ക് എക്സസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറോ സർജനെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂറോ സർജൻ നോക്കി പറഞ്ഞത് മോൾക്ക് ഒരു സർജറി ചെയ്യണം, അല്ലെങ്കിൽ അവളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുമെന്നായിരുന്നു.